ഇപ്പൊ അച്ഛൻ സർക്കാർ ജോലിക്കാരൻ അല്ലെ, അമ്മ സർക്കാർ ജോലിക്കാരൻ, ഏട്ടൻ സർക്കാർ ജോലിക്കാരൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് സമ്മർദ്ദം ഉണ്ടാവും. അത് വേറൊരു കാര്യമാണ്, അത് പലരും ചിന്തിക്കാറില്ല. PS ഉദ്യോഗാർത്ഥികൾ ഏവരും കൊതിക്കുന്ന ഒരു റാങ്കാണ്, മികച്ച റാങ്ക് അല്ലെ, 3ാം റാങ്ക്. അതാണ് ഇപ്പോൾ ഈ ഒരു CU എക്സാമിന് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി കാര്യങ്ങൾ ഈ എൻട്രി എടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല. ഏത് രീതിയിലാണ് എൻട്രിയിൽ പലരും ഇപ്പോൾ തന്നെ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ മാക്സിമം എക്സാമുകൾ ചെയ്യാന്നൊക്കെ ഉള്ളത് വളരെ പ്രധാന കാര്യമാണ്. സിലബസ് കണക്കായിട്ട് പഠിച്ച് സിലബസ് കറക്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി നോക്കിയിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ ഒരു 50 മാർക്കാനും മാക്സിമം എന്തായാലും കിട്ടും. എല്ലാവരും ചോദിക്കുകയും ചെയ്യും ഒന്നും ആയിട്ടില്ല. കണ്ണൂർ ഭാഷയുടെ രസം വരുന്നുണ്ട് എനിക്ക് അല്ലേ? ഞാൻ ഓൾറെഡി ഇപ്പോൾ ഫുട്ബോൾ പ്ലെയർ ആണ്. ഇപ്പോൾ ഞാൻ കേരള ടീമെല്ലാം കളിച്ചാണ്. ശരി. അതെ. അപ്പോൾ ഷിനോയ് ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ എക്സൈസ് ഓഫീസർ 3ാം റാങ്ക് ഉണ്ട്. ഇനി എന്താണ് ഇനി അടുത്ത ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മുരളി, ഷിനോയിൻ്റെ ഫാദറാണ്. ഏകദേശം 35 വർഷക്കാലം പോലീസിൽ ജോലി ചെയ്തു. അവസാന കാലഘട്ടത്തിൽ SC ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ മുൻകാലങ്ങളിൽ കണ്ണൂർ ജില്ലാ പോലീസിനും കേരള പോലീസിനും ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാത പിന്നിട്ട് മക്കളും ഫുട്ബോൾ കളിക്കാരനായിരുന്നു. പിന്നെ ഇപ്പം ഷിനോയ്ക്കിപ്പോൾ എക്സൈസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്ക് കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനും എൻ്റെ ഭാര്യയും ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡാണ്. അതുപോലെ മൂത്തവൻ ഇപ്പോൾ ബാങ്കിലാണ്, രണ്ടാമത്തവൻ ഇപ്പം എക്സൈസിൽ ജോലി കിട്ടാനുള്ളൊരു ഇതിലാണ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഷിനോയുടെ വീട്ടിലാണ്. ഷിനോയ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ഇവിടെ കണ്ണൂർ ജില്ലയിൽ 3ാം റാങ്ക് നേടിയ മിടുക്കനായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ്. നമുക്ക് ഷിനോയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, ഷിനോയ് ഇപ്പോൾ വേറെ ഏതൊക്കെ ലിസ്റ്റിലാണുള്ളത്? ഞാനിപ്പോൾ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒരു ലിസ്റ്റിലുണ്ട്. അതിലും 3ാം റാങ്ക് ഉണ്ട്. അത് അഡ്വൈസ് ആയി തോന്നുന്നു അല്ലേ? അത് അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ജോയിൻ ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസങ്ങളിൽ ജോയിൻ ചെയ്യും. അതെ. പിന്നെ വേറെ ഇപ്പോൾ വന്ന ലിസ്റ്റ് എക്സൈസ് കണ്ണൂർ, അതിൻ്റെ അകത്ത് 3ാം റാങ്ക് ഉണ്ട്. ഈ ഫോഴ്സിലേക്കായിരുന്നു മെയിൻ ആയിട്ട് നോക്കിയല്ലേ? അച്ഛൻ പോലീസാണ്. അതെ. പലരും പറയാറുണ്ട് ഈ കഷ്ടപ്പാടെന്ന് പഠിക്കുന്ന ആളുകളുടെ സ്റ്റോറി മാത്രമാണ് പലതും ഇൻസ്പയർഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ അതേപോലെയല്ല, നേരെ തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ. അതായത് ഇപ്പൊ അച്ഛൻ സർക്കാർ ജോലിക്കാരൻ അല്ലെ, അമ്മ സർക്കാർ ജോലിക്കാരൻ, ഏട്ടൻ സർക്കാർ ജോലിക്കാരൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് സമ്മർദ്ദം ഉണ്ടാവും. അത് വേറൊരു കാര്യമാണ്, അത് പലരും ചിന്തിക്കാറില്ല. സമ്മർദ്ദത്തിന് അടിപ്പപ്പെടും. അതായത് നാട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങും, കാരണം അച്ഛൻ്റെ ജോലി, അമ്മയ്ക്ക് ജോലിയുണ്ട്, ഏട്ടൻ ജോലിയുണ്ട്, നീ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പെട്ടെന്ന് തന്നെ വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് ചെറുപ്പത്തിലെ ജോലി നേടിയ ഒരു വ്യക്തിയാണ്. അപ്പം എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ? തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ മുതലാണ് PSC ഒന്ന് പഠിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അത് ഇപ്പോൾ ഫുട്ബോൾ പ്ലെയറാണ്, ആക്റ്റീവായിട്ട് പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഡിഗ്രി എടുത്തത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ക്ലാസ്സിൽ കയറുക, പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ടയേർഡായിരിക്കും. അങ്ങനെ ഡിഗ്രി എടുത്ത് അപ്പോൾ ആണ് കൊറോണ വന്നത്. അതിന് ശേഷം കുറച്ച് ഒരു 2 മണിക്കൂറെല്ലാം യൂട്യൂബിൽ ക്ലാസ് കണ്ട് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് തുടക്കം അല്ലേ? ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും സർക്കാർ ജോലിക്കാരാണെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ വരുന്നത്? അങ്ങനെ തന്നെയാണോ? ഫാമിലിയിലെല്ലാം കുറെ ആൾക്കാർ ഗവൺമെന്റ് ജോലിയാണ്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എനിക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ എനിക്കൊരു മനസ്സിനൊരു ഇതുണ്ടാവും. എല്ലാവരും ചോദിക്കുകയും ചെയ്യും ഒന്നും ആയിട്ടില്ല. കണ്ണൂർ ഭാഷയുടെ രസം വരുന്നുണ്ട് എനിക്ക് അല്ലേ? ആ ഒരു രസം കിട്ടുന്നുണ്ട്. ഞാനിവിടെ കണ്ണൂരിൽ നിന്നാണ് BEd ചെയ്തത്. KSI ട്രെയിനിങ് കോളേജ് തളിപ്പറമ്പ്. PS ഉദ്യോഗാർത്ഥികൾ ഏവരും കൊതിക്കുന്ന ഒരു റാങ്കാണ്, മികച്ച റാങ്ക് അല്ലെ, 3ാം റാങ്ക്. അതാണ് ഇപ്പോൾ ഈ ഒരു CU എക്സാമിന് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി കാര്യങ്ങൾ? പ്രത്യേക സ്ട്രാറ്റജി പറഞ്ഞാൽ നമ്മളെ സിലബസ് കണക്കായിട്ട് പഠിച്ച് സിലബസ് കറക്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി നോക്കിയിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ ഒരു 50 മാർക്കാനും മാക്സിമം എന്തായാലും കിട്ടും. കവർ ചെയ്ത് സിലബസ് തന്നെ ഫുൾ ഒരു 90% സിലബസ് അല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് അധികം വരുന്നില്ലല്ലോ. എങ്ങനെയാണ് എൻട്രിയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് എൻട്രി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം വ്യൂസ് ഉള്ള നോക്കിയിട്ട് എടുക്കുക. ഈ എൻട്രി എടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല. ഏത് രീതിയിലാണ് എൻട്രിയിൽ പലരും ഇപ്പോൾ തന്നെ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ മാക്സിമം എക്സാമുകൾ ചെയ്യാന്നൊക്കെ ഉള്ളത് വളരെ പ്രധാന കാര്യമാണ്. ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ ടെസ്റ്റ് ഇല്ലേ, അതിനകത്ത് ഇപ്പോൾ ഡെയിലി 2:30 അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഓരോ കാറ്റഗറിയും 10th ലെവൽ, +2,
ഡിഗ്രി അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യും. പ്രത്യേകമായിട്ട് ചെയ്യും. ക്ലാസ്സുകൾ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, എല്ലാ ക്ലാസ്സും കാണും. പിന്നെ സി എ ആണ് ഏറ്റവും പാട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അതിന് പ്രത്യേകം നോട്ടാക്കിയിട്ട് അത് ക്ലാസ്സിലും പിന്നെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ എല്ലാ വിഷയങ്ങളും നോട്ട് ചെയ്ത് മാത്സ് അടക്കം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് അല്ല അതിന്റെ ഒരു രീതിയിൽ എടുക്കും. എന്നാലും പിന്നെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും എഴുതും. ഇപ്പം ക്ലാസ് കണ്ടിട്ടൊന്നും എഴുതും. അത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിലുള്ള കാര്യം വേറെ ഒന്നും കൂടി അതിപ്പോ ന്യൂസ് പേപ്പർ ന്യൂസ് പ്രിന്റ് ഇല്ലേ അതിന്റെ അകത്ത് എഴുതും. പിന്നീട് നല്ലൊരു റിവിഷൻ മെറ്റീരിയൽ. പിന്നെ എക്സാമിന്റെ അടുത്ത ഒരാഴ്ച അതിങ്ങനെ നോക്കിയാൽ തന്നെ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഫുള്ള് മനസ്സിലുണ്ടാവും. ക്വസ്റ്റ്യൻ കണ്ട് ക്വസ്റ്റ്യൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കടുപ്പുള്ള വിഷയങ്ങളൊക്കെ പ്രത്യേക പരിഗണന നൽകി അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെ. ഇപ്പോൾ രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സാണ്. അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് ആർട്സ് ലിറ്ററേച്ചർ. അത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് കിട്ടില്ല. ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിച്ചു കൊടുക്കുന്നതാണ്. അതെ. വേറെ ഒന്നും ഒരു ഇതുമില്ലല്ലോ. അതന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം തുടങ്ങുക. ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഒരു 2 മണിക്ക് എക്സാം ചെയ്യും എല്ലാ ദിവസവും. ശരിക്കും ഏത് ജോലിയാണ് ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആഗ്രഹിച്ച ജോലി തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോഴ്സിലൊരു ജോലിയാണ് ആഗ്രഹിച്ചത്. പിന്നെ LD കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ഭയങ്കര ഒരു ശ്രമം അത്ര വിജയകരമായില്ല. സപ്ലിയിലേക്കാണ് വന്നത് ഇപ്പൊ അല്ലേ? അതൊരു ഇതിന്റെ ഒരു കിട്ടുമെന്നുള്ള ഒരു ഇത് വന്നപ്പോ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ട്രൈ ചെയ്യണം. അതിന് വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ഡിഗ്രി ലെവൽ പരീക്ഷ കിട്ടണം. ഡിഗ്രി നോക്കിയില്ല. എസ്ഐന്റെ അത് പാസ്സായില്ല. എൻട്രിയിലെ എക്സാമുകളും കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻട്രിയിലെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കാര്യങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ് ഗുണം ചെയ്തിട്ടുള്ളത്? എല്ലാ വിഷയങ്ങളും പലരും പല രീതിയിലാണ് ക്ലാസ്സുകൾ കാണുക. അതായത് ചില ആളുകൾ കടുപ്പുള്ള വിഷയങ്ങൾ മാത്രമാണ് ക്ലാസ് കാണുക, ചിലർ എല്ലാം ക്ലാസ് കണ്ട് പഠിക്കും. പല രീതിയിലാണ്. അപ്പൊ എങ്ങനെയായിരുന്നു പഠനം എന്നുള്ളത് എൻട്രിയിലെ? പ്രധാനമായിട്ടും പ്രദീപ് സാർ അവസരം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സുജയ സാറ് നല്ല രീതിയിൽ ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷ് ഇപ്പൊ കറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സാധനം തന്നെ സാറ് പഠിപ്പിക്കുന്നു. രഞ്ജി സാർ നല്ല എല്ലാം കറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സാധനം തന്നെ സാർ എടുക്കുന്നുണ്ട്. നമ്മളെ രീതിയിൽ ഇപ്പൊ ഹൈ അല്ലാണ്ട് ഒരു മീഡിയത്തിൽ നിന്നിട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കറക്റ്റ് ആ സാധനം തന്നെ വരും ചെയ്യും. അതേപോലെ ഈ ജോഗ്രഫി ഒക്കെ ബിപിൻ സാർ നല്ല ക്ലാസ് അല്ല, ക്വാളിറ്റി ഉണ്ട്. നമ്മള് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു പഠിക്കാൻ പിന്നെ അതിന്റെ തന്നെ ടെസ്റ്റ് അപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള അപ്പൊ തന്നെ പഠിച്ച് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ എക്സാംസ് അതിനകത്തുള്ള എക്സാംസ് അത് ഭയങ്കര ഒരു നല്ല സാധനം. ഈ ഫിസിക്കലിനും ഇതിനൊക്കെ എങ്ങനെ തയ്യാറെടുത്തു? അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഓൾറെഡി ഇപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണ്. ഇപ്പൊ ഞാൻ കേരള ടീമെല്ലാം കളിച്ചാണ്. അതെ. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ എക്സസൈസിന്റെ എന്ന് വെച്ചാൽ എൻ്റെ ലിഗമെന്റ് പൊട്ടിയിട്ട് സർജറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം ഒരു 9 മാസം ആയിരത്താണ് ഇതിന്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് വന്നത്. അപ്പോൾ അത് കുറച്ച് പ്രശ്നം ഉണ്ടായിന്. പിന്നെ ഒരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്യാൻ കിട്ടി. അപ്പോൾ ആ സമയത്ത് രാവിലെ എണീച്ച് ഓടും. അതുകൊണ്ട് അതിന്റെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഷിനോ ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ എക്സൈസ് ഓഫീസർ 3 റാങ്ക് ഉണ്ട്. ഇനി എന്താണ് ഇനി അടുത്ത ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ സെക്രട്ടറി ടെസ്റ്റ് വരുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഡിഗ്രി അത് നമ്മൾ കൂടെ ഉണ്ടാവും കേട്ടോ. സെക്രട്ടറി ടെസ്റ്റിന്റെ നിങ്ങൾക്ക് തയ്യാറെടുപ്പിനുള്ള എല്ലാ കാര്യങ്ങളായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. പിന്നെ നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഉദ്യോഗാർത്ഥികളുണ്ട്, പ്രത്യേകിച്ചും ഈ പോസ്റ്റ് തസ്തികകൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയ ആളാണ് നിങ്ങൾ. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ പഠനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ ഒരു 1.5 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും തോന്നി. ഇപ്പം ഞാൻ ഫിസിക്കൽ ടെസ്റ്റ് പോയാൽ തന്നെ അത്യാവശ്യം ടഫായിരുന്നു. ഞാനിപ്പോൾ ഡെയിലി ഫുട്ബോൾ കളിക്കുമെങ്കിലും പെട്ടെന്ന് കിട്ടൂല ചില കാര്യങ്ങൾ. ഇപ്പോൾ പോലീസിൻ്റെ ആണെങ്കിൽ ബോൾ ത്രോ എല്ലാം അത്യാവശ്യം ടഫാണ്, എല്ലാവർക്കും കിട്ടില്ല. ആദ്യം ഞാൻ വിചാരിച്ച പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്, ഒരാഴ്ചത്തെ പ്രാക്ടീസ് കൊണ്ട് കിട്ടും തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ തീരെ എത്തുന്നില്ല. ചില ഏരിയകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ എല്ലാത്തിനും പരിശീലിച്ചോ? ഫിസിക്കലാ? അത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. എല്ലാം ഓക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഒന്നും മിസ്സാക്കിയില്ല. ഏതായാലും ഇപ്പം പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എല്ലാവരും പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങുക. അത് ഫിസിക്കലായാലും പഠനമായാലും രണ്ടിനും അതിൻ്റെ സമയം കണ്ടെത്തണം. അപ്പോൾ ചില ആൾ പഠിക്കും മാത്രം ചെയ്യും, ഫിസിക്കൽ ലാസ്റ്റ് നോക്കാൻ വയ്ക്കും. അപ്പോൾ അവരെല്ലാം ചിലപ്പം ഫിസിക്കലിൽ
പരാജയപ്പെടാനാണ് സാധ്യത. അപ്പോൾ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. ഫിസിക്കലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ മാക്സിമം ചെയ്താൽ മതി, ബാക്കി സമയം പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യുക. ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളാണ്. ഇനി പുതുതായിട്ട് PSCയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.